നമസ്കാരം, ഞാൻ സിജു രാജൻ. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വിജയിക്കാൻ സാധ്യതയുള്ള ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് പലരും ചോദിക്കാറുണ്ട്. ഇവിടെ വളരെ മഹത്തരമായിട്ടുള്ള വളരെ യുണീക്കായിട്ടുള്ള ഉൽപ്പന്നമൊന്നും നിങ്ങൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇറക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുന്ന സാധാരണ ഉൽപ്പന്നങ്ങളുണ്ടല്ലോ, സാധാരണ പലഹാരങ്ങൾ ഫോർ എക്സാമ്പിൾ, ഇത് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തോളും. നല്ല മാർക്കറ്റുണ്ട്. കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കടലമുട്ടായി, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കടലമുട്ടായി, നാരങ്ങ മുട്ടായി, ഈ ഇഞ്ചി മുട്ടായി അറിയാലോ, പുളിമുട്ടായി, ഇത്തരത്തിലുള്ള മുട്ടായി ഐറ്റംസിന് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഡെഫിനറ്റ്ലി നല്ല രീതിയിലുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഈ ഉൽപ്പന്നങ്ങൾ അതേപോലെ അങ്ങ് മാർക്കറ്റിലേക്ക് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വാങ്ങുമോ? ഇല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഞാൻ 2 ബോട്ടിൽസ് കാണിച്ചു തരാം. 2 ബോട്ടിൽസ്. നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ പോവുകയാണ്, അവിടുത്തെ റെഫ്രിജറേറ്ററിനകത്ത് ഈ 2 ബോട്ടിൽസ് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് ഇതായിരിക്കത്തില്ല, ഇതായിരിക്കും. അതിനുള്ള റീസൺ എന്താ? ഇതിനകത്തുള്ളത് സെയിം വാട്ടറാണ്. നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിപ്പോൾ 1 ലിറ്റർ എഴുതിയിട്ടുണ്ട്, ഇത് 1 ലിറ്റർ എഴുതിയിട്ടുണ്ട്, പക്ഷേ കുറച്ചുകൂടെ വലിപ്പം തോന്നി ഇതാണെന്നുണ്ടെങ്കിലും ആൾക്കാർ കൂടുതൽ പ്രിഫർ ചെയ്യാൻ സാധ്യത ഇതാണ്. അതിനുള്ള റീസൺ എന്താണ്? ഇതിൻ്റെ പാക്കേജിങ് തന്നെയാണ് അല്ലേ. രണ്ടിനകത്തുമുള്ളത് വെള്ളം തന്നെയാണ്, കുടിക്കാൻ കഴിയുന്നൊരു സാധനം തന്നെയാണ്. പക്ഷേ ആൾക്കാർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഈ വാട്ടർ ബോട്ടിലായിരിക്കും. ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത് ഈ ബോട്ടിലാണ്. ഇത് തന്നെയാണ്, ഈ ഒരു തന്ത്രം തന്നെയാണ് ഇത്തരത്തിലുള്ള ചെറിയ പ്രോഡക്റ്റ്സ് നമ്മൾ വലിയ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധാരണ പ്രോഡക്ട്സിനെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എങ്ങനെ മികച്ച രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാം, അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഉൽപ്പന്നത്തെ അതേപോലെ നമുക്ക് മാർക്കറ്റിലേക്ക്, ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയത്തില്ല. എന്താണ് ഇൻ്റർനാഷണൽ മാർക്കറ്റ്? അതായത് മറ്റുള്ള സ്ഥലങ്ങൾ, ഇന്ത്യക്ക് പുറത്തുള്ള, ഇപ്പോൾ UK കാണുന്നുണ്ടെങ്കിലും US കാണുന്നുണ്ടെങ്കിലും UAE കാണുന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഈ പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കുക. ഇവിടെ കിട്ടുന്ന അതേപോലെ നമുക്ക് അവിടെ എത്തിക്കാൻ കഴിയത്തില്ല. ഇതിൻ്റെ വാല്യൂ നമ്മൾ കൂട്ടണം, വാല്യൂ നമ്മൾ ഇൻക്രീസ് ചെയ്യണം. എങ്ങനെയാണ് നമുക്ക് വാല്യൂ ഇൻക്രീസ് ചെയ്യാനായിട്ട് കഴിയുക? ഈ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയിലാണോ? ഡെഫിനറ്റ്ലി ക്വാളിറ്റി മികച്ചതായിരിക്കണം, പക്ഷേ ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അഡീഷൻ കൊണ്ടുവരാനായിട്ട് കഴിയത്തില്ല. ആ ഒരു എത്നിക് ടേസ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു എത്നിക് ഷേപ്പ്, ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയണം. ആ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് നമുക്ക് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയണം. സോ അതുകൊണ്ട് തന്നെ അതിനകത്ത് നമുക്ക് വലിയ രീതിയിലുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. പകരം എന്ത് ചെയ്യാനായിട്ട് കഴിയും? ഡെഫിനറ്റ്ലി അതിൻ്റെ പാക്കേജിങ് തന്നെയാണ്. ഞാൻ മുമ്പ് കാണിച്ച ഈ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ ഇത് പ്രിഫർ ചെയ്യാനുള്ള റീസൺ ഇതിൻ്റെ പാക്കേജിങ് തന്നെയാണ്. സോ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഉൽപ്പന്നത്തിൻ്റെ പാക്കേജിങ് ആ ഒരു ലെവലിലേക്ക് ഉയർത്തുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഉൽപ്പന്നത്തിൻ്റെ മൂല്യവും അതിനനുസരിച്ചിട്ട് ഉയരും. ഇത് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, നമ്മൾ സ്വർണം വാങ്ങുന്ന സമയത്ത് നമുക്കറിയാം സ്വർണം വളരെ ചെറുതാണ്. ഇപ്പോൾ ചെറിയൊരു മോതിരമോ അല്ലെങ്കിൽ ഇയർ റിങ്ങോ എന്തോ ആയിക്കോട്ടെ, ചെറുതാണെന്നുണ്ടെങ്കിലും അവർ വളരെ നല്ല രീതിയിൽ അത് പാക്ക് ചെയ്തിരുന്നു വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള കവറിനകത്ത് അവർ പാക്ക് ചെയ്ത് നമുക്ക് തരും. കുറച്ചുകൂടെ ബൾക്കായിട്ട് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ചെറിയ പ്രോഡക്റ്റ് ആയിരിക്കാം. എന്തുകൊണ്ട് അത്തരത്തിൽ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു? കാരണം അതിനകത്തുള്ളത് വളരെ വാല്യുബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതേ വാല്യൂ തന്നെ നമ്മൾ ഈ പ്രോഡക്റ്റിനും കാണണം. അതായത് പ്രോഡക്റ്റ് ഒരു പക്ഷേ നിസാര പ്രോഡക്റ്റ് ആയിരിക്കാം, പക്ഷേ അതിനൊരു വാല്യൂ നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറം മൂടി അത്രത്തോളം റിച്ച് ആയിരിക്കണം, അത്രത്തോളം സ്ട്രോങ് ആയിരിക്കണം. സ്ട്രോങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ റിച്ച്നെസ്സിലുള്ള സ്ട്രോങ്. അപ്പോൾ എങ്കിൽ ആൾക്കാർക്ക് അതിലൊരു വാല്യൂ കാണാനായിട്ട് കഴിയും, എങ്കിൽ ആൾക്കാർ അത് കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുമുണ്ട്, പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ. മൂന്നാമത്തേത് ഇതിൻ്റെ പേരിൻ്റെ കാര്യത്തിലാണ്. ഇന്നത്തെ കാലം എന്ന് പറയുന്നത് കോപ്പി റൈറ്റ്സിൻ്റെ കാലമാണ്. അതുകൊണ്ട് തന്നെ ഈ ട്രേഡ് മാർക്ക് വയലേഷൻസ് ഒക്കെ വരുത്തിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒഫൻസാണത്. അപ്പോൾ വളരെ സൂക്ഷിച്ച് നമുക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പ്ലേ ചെയ്യുന്ന സമയത്ത് ഇടാൻ കഴിയുന്ന, ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കോമ്പറ്റീറ്റേഴ്സ് ആരും യൂസ് ചെയ്യാത്ത വളരെ യുണീക്കായിട്ടുള്ള, എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേരിൽ ലോകത്തിൽ നിങ്ങളുടെ ഉൽപ്പന്നം മാത്രമേ പാടുള്ളൂ, അത് ഉറപ്പുവരുത്തുക. അത്തരത്തിലുള്ള പേരുകൾ ചൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ ഇന്ത്യയിൽ മാത്രമല്ല പ്ലേ ചെയ്യുന്നത്. ഇന്ത്യയിൽ മാത്രം പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ നിങ്ങൾ US അല്ലെങ്കിൽ UK അല്ലെങ്കിൽ UAE മറ്റോ ആണ് നിങ്ങൾ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത് എങ്കിൽ, ഇറക്കുന്നത് എങ്കിൽ, അവിടുത്തെ കൂടി ട്രേഡ് മാർക്ക് എടുക്കുന്നത് എക്സ്പെൻസീവ് ആണ് കമ്പാരിറ്റീവ്ലി. ഇവിടെ 4500 രൂപ സർക്കാർ ഫീസ്, ഗവൺമെൻറ് ഫീസ് ഉള്ളൂ എങ്കിൽ അവിടെ നിങ്ങൾക്ക് ലക്ഷങ്ങളായിരിക്കും ചിലവാകുന്നത് നിങ്ങൾ ട്രേഡ് മാർക്ക് എടുക്കുന്നത് പറയുന്നതിൽ. പക്ഷേ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബ്രാൻഡിൻ്റെ നെയിംസുമായി റിസംബ്ലൻസ് വരുന്ന നെയിംസ് പരമാവധി ഒഴിവാക്കുക എന്നുള്ളതല്ല, പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. മറ്റൊന്നാണ് ഹൈ ക്വാളിറ്റിയുള്ള അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ ഇറക്കുക എന്നുള്ളത്. നാരങ്ങ മുട്ടായി ആയിരിക്കാം, ആ നാരങ്ങ മുട്ടായിയുടെ ആ ഒരു നൊസ്റ്റാൾജിയെ വിളിച്ചു പോകുന്ന രീതിയിലുള്ള, ആ ഒരു ട്രഡീഷൻ വിളിച്ചു പോകുന്ന രീതിയിലുള്ള, ആർക്കും നാവിലൂടെ വെള്ളമൂറുന്ന രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും, പക്ഷേ
യുനോ എങ്കിലേ ആൾക്കാർ ശ്രദ്ധിക്കത്തുള്ളൂ, എങ്കിലേ ആൾക്കാർ ഇത് നോട്ടീസ് ചെയ്യത്തുള്ളൂ. സോ അഡ്വർടൈസിങ്ങിന് അവിടെ നിങ്ങൾ കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ്സ് നിങ്ങൾ മാർക്കറ്റിലേക്ക് ഇറക്കുന്ന സമയത്ത്. ആൻഡ് ഫൈനലി പ്രോഡക്റ്റിൻ്റെ ഒരു ഔട്ടർ ക്വാളിറ്റി, അതായത് ഞാൻ മുമ്പ് പറഞ്ഞ ആ പോയിൻറ്റ്സ് ഒക്കെ ആയിട്ട് കണക്ഷൻ വരുന്ന പോയിന്റ് തന്നെയാണ്. അതായത് ഒരു പ്രീമിയം ലൈക്ക് പാക്കിങ്. ഞാൻ അഗെയിൻ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണ്. രണ്ടും മാംഗോ ജ്യൂസ്, ഇതൊന്നും മാംഗോയുടെ മിൽക്ക് ഷേക്കാണ്, ഇതൊന്നും മാംഗോ പൾപ്പാണ്, അൽഫോൺസോ മാംഗോ ആണ്. രണ്ടും മാംഗോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ്. നമുക്ക് രണ്ടും കാണുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവും, എനിക്ക് ടച്ച് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ക്വാളിറ്റി കൂടുതലായിട്ട് തോന്നുന്നത് ഇതാണ്. പ്രൈസും ഡെഫിനറ്റ്ലി ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 30 രൂപയാണ്, ഇത് നേരെ ഇരട്ടിയാണ്, 60 രൂപയാണ് പ്രൈസ് എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള ഒരു ഫീൽ ആൾക്കാർക്ക് അത് തൊടുന്ന സമയത്താണെങ്കിലും അത് യൂസ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും, ഈവൻ നമുക്ക് ബോട്ടിൽ അല്ലെങ്കിൽ ആ ഒരു പൗച്ച് തുറക്കുന്ന സമയത്താണെങ്കിലും ആ ഒരു ഫീൽ കിട്ടണം. അതിൽ കൊടുക്കുന്ന സൗണ്ട്സ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു ഫീൽ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതൊരു പ്രീമിയം ലൈക്ക് പാക്കിംഗ് ആയിട്ട് മാറും. നിങ്ങൾക്ക് കൂടുതൽ പ്രൈസിൽ പ്രോഡക്റ്റ് വിൽക്കാനായിട്ടും കഴിയും. കാരണം ആൾക്കാർ കൂടുതലായിട്ട് പ്രോഡക്റ്റ് പ്രിഫർ ചെയ്യുന്നത്, എടുക്കുന്നത് ആ പാക്കിംഗ് കണ്ടിട്ടാണ്, ആ പുറമോടി കണ്ടിട്ടാണ്. അപ്പോൾ അകത്തുള്ള പ്രോഡക്റ്റ് ഡെഫിനറ്റ്ലി അതിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ആ പ്രോഡക്റ്റ്, ആ പാക്കേജിങ് നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ, ഒരു ക്വാളിറ്റി അതിനകത്ത് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ആൾക്കാർ പ്രിഫർ ചെയ്തോളും. കൂടുതൽ പ്രൈസ് നമുക്ക് ചാർജ് ചെയ്യാനായിട്ടും കഴിയും. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഈ ഇഞ്ചിമുട്ടായി പോലുള്ള ഐറ്റംസ്, കടലമുട്ടായും നാരങ്ങ മുട്ടായും പുളിമുട്ടായും, അത് മാത്രമല്ല ധാരാളമുണ്ട്. ശർക്കര, പാലക്കാടൊക്കെ കിട്ടുന്ന പനം ശർക്കര അത്യാവശ്യം നല്ല ഡിമാൻഡുള്ളൊരു സാധനമാണ്, ഹെൽത്തിന് വളരെ ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. ഇത്തരം പ്രോഡക്റ്റ്സ് എല്ലാം നമുക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സെല് ചെയ്യാനായിട്ട് കഴിയും, ആ രീതിയിൽ നിങ്ങൾ പിച്ച് ചെയ്യുകയാണെങ്കിൽ മാത്രം. റൈറ്റ്? അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ. മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ, അതുവരെ ദിസ് ഇസ് യുവരാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.